പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ലൂബ് എന്താണ്, ഏതെല്ലാം ഫോണുകളിൽ ലഭിക്കും, ഇത് എങ്ങനെ ഓൺ ചെയ്യാം, ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഇതെല്ലാം മുന്നോട്ട് വിശദീകരിക്കുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് ഞാൻ വിശദീകരിക്കാനായിട്ട് ആദ്യം തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഈ പേജ് ഞാനൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് എനിക്കൊരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോയിൽ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഞാൻ ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഞാനത് മൊബൈലിൻ്റെ സൈഡിലോട്ടൊന്ന് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഇത് കണക്ക് തന്നെ ചാറ്റ് ജിപിടിയിലോട്ട് കൊണ്ടുവന്നിട്ട് ചാറ്റ് ജിപിടിയോട് ചോദിക്കുകയാണ്, ഈ ഫോട്ടോ ഒറിജിനൽ ആണോ അതോ AI ആണോ? അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചതിന് ശേഷം ഞാനിത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് കാരണം ഇത് പ്രത്യേകിച്ച് എനിക്കത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇത് നിങ്ങളെ ഈ ഒരു പുതിയ ഫീച്ചർ ഇതെങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ഒരു പുതിയ ഫീച്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ആ പുതിയ ഫീച്ചർ ഇത് എങ്ങനെയാണ് നമ്മൾ എവിടെ പോയിട്ട് ഓൺ ചെയ്യണം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഞാൻ ഈ മൊബൈൽ ചെയ്തത് കാരണമാണ് ഇതിപ്പം എനിക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിങ്ങനെ ചാറ്റ് ജിപിടിയോട് ചോദിക്കാനായിട്ട് സാധിച്ച ഇങ്ങനെ ക്വസ്റ്റ്യൻ അല്ലേ. ഇതിൽ നിന്ന് വിട്ടുമാറാതെ തന്നെ അവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ ആ ചോദ്യം ചോദിക്കുക. ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഫേസ്ബുക്ക് എന്നല്ല, ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആ യൂട്യൂബ് നമ്മൾ വിടാതെ തന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പുതിയൊരു ഫീച്ചർ അതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെയായിട്ട് നിങ്ങൾ ഈ ഓപ്പൺ ആയ പേജിൽ സ്മാർട്ട് ലൂബ് എന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ക് നിങ്ങൾക്ക് സ്മാർട്ട് ലൂബ് എന്ന് ഇവിടെയായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഒരു 4 രീതിയിലായിട്ട് ഇവിടെയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് മനസ്സിലാവും. ഇതിപ്പം വിശദമായിട്ട് ഇതിങ്ങനെ കണ്ടതിന് ശേഷം ഈ തൊട്ട് താഴെയായിട്ട് സ്മാർട്ട് ലൂബ് എന്ന് കാണാൻ സാധിക്കും. അവിടെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഇത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാൻ സാധിക്കും. അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എനേബിളായി കിട്ടുന്നതാണ്. ഇതിപ്പം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ തിരിച്ചു വന്നിട്ട് ഈ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീനിൻ്റെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഈ എടുത്ത സ്ക്രീൻഷോട്ട് നമുക്കിപ്പോൾ ആർക്കെങ്കിലും വാട്സപ്പിൽ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് വാട്സപ്പിലോട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്സപ്പിൽ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അതപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ കണ്ടു. ഇനി എല്ലാ ഫോണുകളിലും ഇത് ലഭിക്കണമെന്നില്ല, പക്ഷേ മിക്ക ആൻഡ്രോയിഡ് ഫോണുകളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും പലർക്കും ഒരു സംശയം ബാക്കിയുണ്ട്, ഇത് എന്താണ് എന്നുള്ളത്. ഇത് AI അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്മാർട്ട് ഫീച്ചറാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.